ഈ സ്കൂളിൻ്റെ മാനേജർ തമ്പി മാഷ്, പിന്നെ HM ഷനോജ് മാഷ്, PTA പ്രസിഡന്റ് ഷമീർ KK, സ്കൂൾ ലീഡർ മാസ്റ്റർ നിരഞ്ജൻ AS, അതുകൂടാതെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA AC മൊയ്തീൻ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, അതായത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പേഴ്സിനെയാണ് ഞാൻ സഹപ്രവർത്തകർ എന്ന് ഉദ്ദേശിച്ചത്. മാത്രമല്ല ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ആദ്യമായി ഞാൻ നമസ്കാരം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു സ്കൂളിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാനസിക വിഷമം ഉണ്ടാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക്, ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരാണെങ്കിൽ 3 വർഷം കൂടുമ്പോൾ അവർ ഓരോ സ്കൂളിൽ മാറി പോകും. പക്ഷേ എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് റിട്ടയർ ചെയ്യുന്ന 56 വയസ്സ് വരെ നമ്മൾ ഈ സ്കൂൾ തന്നെയാണ്. ആ അധ്യാപകരെയും ആ കൂട്ടുകാരെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ബിജെടിച്ചയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാനും അതേപോലെയാണ്. വന്നേരി ഹൈസ്കൂളിൽ പഠിച്ചു. ആ ഹൈസ്കൂളിൽ തന്നെ ഞാനൊരു അധ്യാപികയായി. അവിടെ നിന്ന് തന്നെ ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര മാനസിക അടുപ്പമായിരുന്നു എനിക്ക് എൻ്റെ വിദ്യാലയത്തിനോട്. അതേപോലെ തന്നെ വിദഗ്ധ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വല്പം സങ്കടമൊക്കെ ഉണ്ടാവും. ഇല്ല എന്നൊക്കെ പറഞ്ഞു. നേരത്തെ MLA ചോദിച്ചു സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അങ്ങോട്ട് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സങ്കടം ഉണ്ടാവും. കാരണം നമ്മൾ ഇനി വരുന്ന നമ്മുടെ എല്ലാ ഓർഡറുകളും തെറ്റാണ്. കാരണം നമ്മൾ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തുന്നു, 4 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, പിന്നെ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ഈ അധ്യാപക ജീവിതം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ വെറുതെ ഇരുന്നാൽ നമ്മൾക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബിജെടിയോട് പ്രത്യേകം പറയുന്നു, നേരത്തെ സാധാരണ ഭാഷ സൂചിപ്പിച്ചു, എന്തെങ്കിലും പ്രവൃത്തികളിൽ കാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ സാമൂഹ്യപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം, അതേപോലെ ജനങ്ങളായിട്ട് ഇടപഴകാനൊക്കെ നമുക്ക് സാധിക്കും.